പ്രേക്ഷകർക്കും 14ാം രാവിന്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ 2 റൗണ്ടുകളാണുള്ളത്. ഇശൽ മുറുക്കം റൗണ്ടും ഇശൽ പൊലിമ റൗണ്ടും. അതിനു മുമ്പായി നമുക്ക് വെൽക്കം ചെയ്യാം a most talented and brilliant panel of judges, Sri Faisal Elatil, and our second permanent judge Srimati Rahna, and our third permanent judge Sri Shan Rahman. ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിൽ ഇശൽ പൊലിമ റൗണ്ടിൽ പാടാൻ എത്തുന്നു ജയകൃഷ്ണൻ. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ജയകൃഷ്ണൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഇശൽ പൊലിമ റൗണ്ടിൽ നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു മനോഹര ഗാനവുമായി. നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിലയില്ലാതൊഴുകിടുന്ന നദിയല്ലോ തിരുമനസ്, നിറഞ്ഞിട്ടും ഒഴുകാതൊരു കടലല്ലോ അവർ ശിരസ്. നിലയില്ലാതൊഴുകിടുന്ന നദിയല്ലോ തിരുമനസ്, നിറഞ്ഞിട്ടും ഒഴുകാതൊരു കടലല്ലോ അവർ ശിരസ്. ലോകം കണ്ടു മുത്ത് നബിയെ കണ്ടു, വചനം കേട്ടു മന്ത്രധ്വനികൾ കേട്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, റസൂലുള്ളാഹ്, റസൂലുള്ളാഹ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അസ്തമയം കണ്ടു വിളക്കണഞ്ഞ പാരിലാകെ പ്രഭ ചൊരിഞ്ഞു വിളക്കണഞ്ഞ പാരിലാകെ പ്രഭ ചൊരിഞ്ഞു പ്രഭ ചൊരിഞ്ഞു പ്രഭ ചൊരിഞ്ഞു 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോ മനപ്പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജയകൃഷ്ണൻ, ഗുഡ് ജോബ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചാലോ? ചോദിക്കാം. ഫൈസൽ സാർ. ജയകൃഷ്ണൻ അറിയില്ലേ ആരാ പാടിയത്? ഇരഞ്ഞോളി മൂസക്ക. ഇരഞ്ഞോളി മൂസക്കയുടെ വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. മൂസക്കയുടെ ഒരു പാട്ടുകളുടെ ഒരു പ്രത്യേകത മൂസക്കയുടെ ഒരു സിംഗിങ് സ്റ്റൈലാണ്. ആ തരത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടിലാണ് അദ്ദേഹം പാടാറ്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. ഇപ്പം മിറാജ് രാവിലെ കാറ്റ്, മിസ്രിലെ രാജൻ, 14 നൂറ്റാണ്ട് പിമ്പെന്തിന്, പാരിൽ ഞാൻ പാവി പിറന്നു വീണു, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മൂസക്കായുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് മാപ്പിളപ്പാട്ട് രംഗത്ത്. ഇവിടെ ഈ പാട്ടൊരു പ്രവാചക പ്രകീർത്തന ഗാനമാണ്, മദ്ഹ് ഗാനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സ്ഥിരം നമ്മൾ കാണുന്ന ഒരു മാപ്പിളപ്പാട്ടിൻ്റെ പാറ്റേണിലല്ല ഈ പാട്ട്. അത് വേറൊരു സ്റ്റൈലാണ്. അത് മൂസക്കായക്ക് വേണ്ടി ചെയ്തൊരു പാട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രചിച്ചത് കോഴിക്കോട്ടുള്ള അബു തോട്ടത്തിലാണ്. അബു തോട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ എഴുതിയ ആളാണ്. സംഗീതം ചെയ്തു അദ്ദേഹമാണ് ഈ പാട്ടിൻ്റെ. അബു തോട്ടത്തിൽ മാപ്പിളപ്പാട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, അല്ലെ മാപ്പിളപ്പാട്ടിനെ ആസ്വദിക്കുന്നവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് എസ്.എം. കോയ. ഏറ്റവും മനോഹരമായി പാട്ട് പാടിയ ആളാണ് എസ്.എം. കോയക്ക. എസ്.എം. കോയക്കയുടെ മരുമകനായിരുന്നു അബു തോട്ടത്തിൽ, മകളുടെ ഭർത്താവ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് മോൻ. ഇതൊന്നും സാധാരണ ഷോയിലൊന്നും അധികം ആരും പാടാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക അഭിനന്ദനമുണ്ട്. ഓക്കെ, താങ്ക് യു സർ. രഹന മാം. ജയകൃഷ്ണൻ, ഇനി ആ ടെൻഷനും ആ ഒരു എന്താ പറയുക ഒരു മസിൽ പിടുത്തൊക്കെ അങ്ങ് വിടാം. ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിക്കുകയായിരുന്നു. ഇല്ലേ, ഫ്രീ ആയില്ലേ ഇപ്പോൾ? അപ്പം ഇനി സംസാരിക്കാം. ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ മൂസക്കാടെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ എല്ലാവരും അതേപോലെ പ്രോഗ്രാമിന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാട്ട് ഞാൻ അധികം പാടി കേട്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു സെലക്ഷനാണ് ജയകൃഷ്ണൻ. പിന്നെ മൂസക്കാടെ സിംഗിങ്, പാടുന്ന ഒരു സ്റ്റൈല് നല്ല ഭയങ്കര വോളിയൊക്കെ ആയിരിക്കും മൂസക്ക പാടുന്ന സമയത്ത്. അതൊരു പ്രത്യേക ഒരു സ്റ്റൈലാണ് മൂസക്കാടെ. അത്ര തന്നെ മൂസക്കാക്ക് ആരാധകരുണ്ട്. എത്ര വർഷമായി നമ്മുടെ മാപ്പിളപ്പാട്ടിൽ അത്രയും പ്രാധാന്യം എടുത്തു പറയേണ്ട. ഇപ്പോൾ മൂസക്ക, റംലത്ത, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളെപ്പോഴും അവരെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരൊക്കെ. അപ്പം മൂസക്കാടെ ആ സ്റ്റൈല് വേറൊരു സ്റ്റൈലാണെങ്കിലും ജയകൃഷ്ണൻ, അത് എനിക്ക് ജയകൃഷ്ണൻ്റെ ആ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടാണ് അനുപല്ലവിയും ചരണം, പല്ലവിയേക്കാളും അനുപല്ലവിയും ചരണം. ശരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരുപാട് ഞാൻ അതിനെ നമ്മളങ്ങനെ കാണില്ല, അത്രയും നമ്മളൊരു മനസ്സിലേക്ക് അങ്ങ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് അത് ജയകൃഷ്ണൻ സിംഗിങ്ങിലൂടെ കൊണ്ടുവന്നു കേട്ടോ. ഒത്തിരി ഇനിയിപ്പോൾ ആ ഒരു ഉള്ളിൽ അങ്ങ് വിടണം. ഇപ്പോൾ ഒത്തിരി ധൈര്യം വന്നില്ലേ ഞാൻ ഒത്തിരി സംസാരിച്ചപ്പോൾ? ആ എന്തെന്നറിയോ, ഞാൻ നന്നായിട്ട് പാടുന്ന ആളാണ് ജയകൃഷ്ണൻ. നമ്മൾ കേട്ടപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ പലതും ഉള്ളിൽ നിന്ന് വരില്ല. നമുക്ക് ഇതൊരു കോമ്പറ്റീഷനാണ്.
ആ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്നാലും നമുക്ക് കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്ക് റിസ്ക് അല്ലേ. അപ്പോൾ ഇതെന്തായാലും ഇതും കൂടി ശ്രദ്ധിച്ചാൽ ആ സിംഗിങ് ലെവൽ മാറും. നല്ല ശബ്ദമാണ്. നമ്മളെയൊക്കെ കൂടെ എനിക്ക് കേട്ടപ്പോൾ ആ ടോൺ എനിക്ക് ഞങ്ങളെ കൂടെയൊക്കെ പാടുന്ന പ്ലേബാക്ക് സിംഗറാണ്. കോഴിക്കോടുള്ള അരുണിൻ്റെ ഒക്കെ ഒരു ടോൺ പോലെ എനിക്ക് തോന്നി. ജയകൃഷ്ണൻ്റെ ആ ഒരു ശബ്ദം നല്ലൊരു ഫീലുണ്ട് ആ ശബ്ദത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കുക. താങ്ക് യു മാം. ഷാൻ സർ. ജയകൃഷ്ണൻ സാർ. നന്നായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ശരിക്കും ഒരുപാട് വിഷ്വൽസൊക്കെ വന്നു മനസ്സിൽ ജയകൃഷ്ണൻ പാടുമ്പോൾ. എനിക്ക് തോന്നിയത് ജയകൃഷ്ണൻ്റെ വോയിസിലുള്ള ഒരു കോൺഫിഡൻസ് ബോഡി ലാംഗ്വേജിൽ ഫീൽ ചെയ്തില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ ഭാഗത്തോട്ട് ഒരു ലുക്ക് പോലും വന്നില്ല. ഫുൾ അല്ലേ, ഇങ്ങോട്ട് നോക്കിയില്ല. അപ്പം ആ ഒരു ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ എല്ലാവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് നല്ലത്. ഇടയ്ക്ക് ഇങ്ങോട്ടൊരു നോട്ടം അങ്ങോട്ടൊരു നോട്ടം, അതൊക്കെ. പിന്നെ ഈ ബ്രെത്തിൻ്റെ ഒരു ബ്രെത്ത് പ്രശ്നമുണ്ടോ? എനിക്ക് ജസ്റ്റ് ഈ ബ്രെത്ത് ഉള്ളോട്ട് ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മൈക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ പാട്ടിനൊരു കണ്ടിന്യൂസ്, ഇപ്പം ഫ്ലോ ഇല്ലായിരുന്നല്ല, ഉഗ്രൻ ഫ്ലോ ആയിരുന്നു പാട്ടിന്. ആ ഒരു ശബ്ദം കൂടി ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും, കുറച്ചുകൂടി നന്നാവും. ഓക്കെ, താങ്ക് യു സർ. ഫൈസൽ സർ. എല്ലാവരും പറഞ്ഞ് കൊണ്ട് ഞാനും ഇങ്ങനെ ടെൻഷൻ്റെ ആളാണെന്ന് പറയുന്നില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളത് ജയകൃഷ്ണൻ പാട്ട് കഴിഞ്ഞാലാണ് മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അതല്ല, ഞങ്ങളില്ലാന്ന് വിചാരിച്ച് പാടണം, പക്ഷേ ഉണ്ടെന്ന് ഉറപ്പിക്കുകയും വേണം. ആ തരത്തിൽ പാടണം. അല്ലാതെ ഓർക്കസ്ട്ര മാത്രമാണ് ജയകൃഷ്ണൻ ഫോക്കസ് ചെയ്തത്. കുഴപ്പമില്ല. അടുത്ത പാട്ടൊക്കെ ആകുമ്പോൾ എനിക്കറിയാം ജയകൃഷ്ണൻ്റെ ഈ മാറ്റത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അത് അടുത്ത പാട്ട് പാടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശരിയാവും. ആ ടെൻഷൻ അങ്ങ് മാറ്റിയാൽ ഒരു കുഴപ്പമില്ല. ഇപ്പം അതിനുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ആ ഒരു തരത്തിൽ ഇത്രയും മനോഹരമായ പാട്ടുകൾ തിരഞ്ഞെടുക്കുകയും വേണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സർ. അപ്പോൾ നല്ല കമൻസ് അല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മാർക്സ്. നമുക്ക് മാർക്സ് അറിയാം. റഹ്ന മാം, ഔട്ട് ഓഫ് 30. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജയകൃഷ്ണൻ ശ്രദ്ധിക്കുക. 25. 25. ഓക്കെ, വെരി ഗുഡ് മാർക്സ്. ഫൈസൽ സർ. 24. ഓക്കെ, ഗുഡ് മാർക്സ്. ഷാൻ സർ. 24. 73 ഔട്ട് ഓഫ് 90. നല്ല മാർക്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്? അതെ. സാറ്റിസ്ഫൈഡ് ആണോ? അതെ. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ? ഹിഡൻ മാർക്സ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച്. ഓക്കെ, ജഡ്ജസ് പ്ലീസ്. ജയകൃഷ്ണൻ, അപ്പോൾ ജഡ്ജസ് പറഞ്ഞ കമൻസ് എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജയകൃഷ്ണൻ, ഹായ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ ടെൻഷൻ? 73 മാർക്സ് കിട്ടിയില്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. നല്ല മാർക്സ് ആണ്. അതെ. ജഡ്ജസിന്റെ കമന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ടെൻഷനെ പറ്റി സംസാരിച്ചു. പിന്നെ നല്ല പാട്ടുകളുടെ സെലക്ഷനെ പറ്റിയിട്ടും സംസാരിച്ചു. ലയിച്ച് പാടിയത് കൊണ്ടാണോ കണ്ണടിച്ചു പോയത്? അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 2 പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ജഡ്ജസിന്റെ കമന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്ത മാതിരി പാടാൻ പറ്റിയോ? ചെറുതായിട്ട് അവന് ചെറുതായി പേടി ഉണ്ടായിരുന്നു അവന്. അതാ. 2 റൗണ്ട്സ് കഴിഞ്ഞ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.